ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഭാഗ്യശ്രീ കൊടുത്ത കേസിൽ പോലീസുകാര് ഷൺമുഖദാസ് വക്കീലിനെയും സുമിത്രയെയും ബാലുവിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഒരു വക്കീലിനെ സ്വാധീനിച്ച് ഷൺമുഖദാസ് വക്കീൽ അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. പിന്നീട് അവർ ആ സ്റ്റേഷനിൽ നിന്നും പോവുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ സഹദേവൻ വേറൊരു പോലീസിനെ അവിടെ നിർത്തിക്കൊണ്ട് പോലീസുകാരനോട് പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങുകയാണ്, വിജിലന്റ് ആയിരിക്കണം, അവന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് അറിയാലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സഹദേവൻ പോലീസ് കൃഷിനോട് പറയുകയാണ്, ഇതിൽ കിടക്കുന്ന ബലരാമന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീയാണെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതിന് ഉത്തരവാദി ഞാനല്ല, അവൻ തന്നെയാണ്. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും. കാവലായിട്ട് പോലീസുകാർ വേണം, പക്ഷെ എന്റെ അച്ഛനെ രക്ഷിക്കാൻ ഈ ഞാൻ മാത്രം മതി. എത്ര ബലരാമനെ നിങ്ങൾ കൊണ്ടുവന്നാലും ഇവരെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിടുമെന്ന് കൃഷി പറയുമ്പോൾ സഹദേവൻ പോലീസ് പറയുന്നുണ്ട്, നീ തീർന്നടാ എന്ന്. അപ്പോഴേക്കും ആന്റിയമ്മ വന്ന് പറയുന്നുണ്ട്, സാറേ നിങ്ങളൊന്നിപ്പോ പോവണം ഇവിടെന്ന് എന്ന് പറയാണ്. സഹദേവൻ പോലീസ് എന്നിട്ട് അവിടെ നിന്നൊന്നും മിണ്ടാതെ പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മനസ്സ് വന്ന ആന്റിയമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ ആന്റിയമ്മ പ്രശ്നം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നോ ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഇസിയിൽ അനിയൻകുട്ടന്റെ അടുത്തേക്ക് ഒരുത്തൻ വന്നിട്ടുണ്ട്, ആ ബലരാമൻ നമ്മളെല്ലാം തൊലയ്ക്കാൻ വേണ്ടി വന്നവനാണത്. ഈ സുജുവിനെയും മയക്കിയെടുത്തവൻ പിന്നീട് നമ്മുടെ ശത്രു ആയവനാണത്. കത്തിക്കുത്ത് കേസുമായിട്ട് അവൻ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. കൃഷിന്റെ സംശയം അവൻ സാഗറിനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണെന്നാണ്. ഇതൊക്കെ ആന്റിയമ്മ പറയുമ്പോ മാനസ സുജി ആന്റി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഹേമപ്പ പറയുന്നുണ്ട്, സുജു സാഗറിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. മോളെ സത്യം പറഞ്ഞ എല്ലാം കേട്ട് എനിക്ക് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നതെന്ന് പറയുമ്പോ മനസ്സ് പറയുന്നുണ്ട്, എന്റെ കാര്യം ആലോചിച്ച് അമ്മ വിഷമിക്കണ്ട, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാൻ എന്തായാലും ഉറപ്പിച്ചു തന്നെയാണ്. വിചാരിച്ച കാര്യം ഞാൻ നേടുക തന്നെ ചെയ്യും. ഏത് കൺമണി വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ആന്റിയമ്മേ, ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിട്ടാണ് വരുന്നത്. ബലരാമൻ ഇപ്പോ അങ്കിളിന്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, അതുമായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബലരാമന്റെ അനിയത്തിയില്ലേ ഭാഗ്യശ്രീ, ഇന്ന് അലിഗയിൽ വന്നിരുന്നു. കൂടെ വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ദേവ്സാറുമായിട്ട് അവരെന്തൊക്കെയോ രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അടുത്ത CCTV ഫുട്ടേജുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. മണിക്കൂറാണ് ദേവ്സാറിന്റെ ഓഫീസിൽ അവരുണ്ടായിരുന്നത്. മാനസ പറയുമ്പോ ആന്റിയമ്മ കൃഷിനെ അടുത്തേക്ക് വിളിച്ചോണ്ട് പറയുന്നുണ്ട്, എടാ മോനോട്ടാ, നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അലിഗയിൽ ഇപ്പോൾ ശത്രുക്കളുടെ ഒരു കേന്ദ്രമാണ്. ബലരാമനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ ബലരാമന്റെ അനിയത്തി അലിഗയിൽ എത്തിയിരിക്കുന്നു. വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെല്ലാം. മാനസിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ആ ദേജിയാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ ആന്റിയമ്മ പറയുമ്പോ കൃഷ്ണ മാനസിയോട് ചോദിക്കുന്നുണ്ട്, മാനസ് ഇപ്പൊ സസ്പെൻഷനിലല്ലേ, സസ്പെൻഷനിലായിരിക്കുമ്പോ പിന്നെ എന്തിനാണ് ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടുന്നത് പറഞ്ഞിട്ടാണ് ഓഫീസിൽ പോയതെന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട്, ഞാൻ ഓഫീസിൽ പോയെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, നീ ഓഫീസിൽ പോയിട്ടില്ലെന്ന് എനിക്കറിയാം, അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ശ്രീദേവി വിളിച്ച് നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലേ, ഈ കാരണം അവൾക്ക് കിട്ടാൻ പോകുന്നത് ഡിസ്മിസൽ ആയിരിക്കും. ഗീയുടെ ഓഫീസിൽ നീ CID പണി നടത്തേണ്ട, അതിനിവിടെ ആൾക്കാരുണ്ട്. അതുപോലെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനും ഞാനുണ്ടെന്ന് കൃഷി പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ആ ദേജി എടുത്ത് തലയിൽ വെച്ചോ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, തലയിൽ വെക്കേണ്ടവരെ തലയിൽ വെക്കുക തന്നെ ചെയ്യും, വെട്ടി താഴ്ത്തേണ്ടവരെ അങ്ങനെയും ചെയ്യുമെന്ന് പറയുമ്പോ ഹേമ ചോദിക്കുന്നുണ്ട്, എന്താ മാനസയെ ചവിട്ടി താഴ്ത്താൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് മാനസ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ്. എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ പോലൊരു സാഡിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. കുത്തി നോവിക്കുമ്പോ നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? മാനസ കരഞ്ഞു ചോദിക്കുമ്പോ ആന്റിയമ്മ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ഇവളെ കരഞ്ഞിട്ട് നിനക്ക് എന്താണ് കൃഷി കിട്ടുന്നത്? എന്തിനാണ് ഈ പാവത്തിനെ വെറുതെ കരയിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോ കൃഷി ഒന്നും മിണ്ടാതെ പോവുകയാണ്. എന്ന് മാനസ കരച്ചിൽ നിർത്തുകയാണ്. ആന്റിയമ്മ അപ്പോ മാനസയോട് ചോദിക്കുന്നുണ്ട്, ആ അത് ശരി, അപ്പൊ നീ കരച്ചിൽ അഭിനയിക്കുകയായിരുന്നോ? ആന്റിയമ്മ ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട്, അതെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഇതിനാണെന്നോ അവസാനത്തെ ചിരി എനിക്ക് ചിരിക്കാൻ? പക്ഷെ വാചകടിച്ച് ജയിക്കട്ടെ, ജീവിതത്തിൽ ജയിക്കാൻ പോകുന്നത് ഞാനാണ്, ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മാനസ അവിടുന്ന് പോവുകയാണ്. ആന്റിയമ്മയാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ കിളിപോയ പോലെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ദേവ്ജിയുടെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നുണ്ട്. കൺമണി ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, സാർ കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ ദേവ്ജി പറയുന്നുണ്ട്, അറിഞ്ഞു കൺമണി, ഞാനെല്ലാം. സാഗറിന്റെ വിഷയത്തിൽ കൺമണി ടെൻഷൻ ആവണ്ട, സാഗറിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട്, പക്ഷെ ആ മാനസ് അവിടെയുണ്ട്, അവൾ വഴക്കുണ്ടാക്കും. ഇതിനു മുന്നേ ഞാൻ പോയപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കൺമണി പറയുമ്പോ ദേജി പറയുന്നുണ്ട്, പോയി പണി നോക്കാൻ പറയും അവളോട്. ഫീസിൽ അവൾ GM ഒക്കെ തന്നെയാണ്, പക്ഷെ പുറത്ത് വെച്ച് അവൾ നിന്നെ ഭരിക്കാൻ നോക്കണ്ട, തൊട്ട് അനുവദിച്ചു കൊടുക്കുകയും വേണ്ട എന്ന് ദേജി പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ശരി സാർ. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്, ഭാഗ്യശ്രീയും ലാലിയും കൂടി
പറഞ്ഞില്ലേ ബലരാമൻ സാഗർ സാറിന്റെ മകനാണെന്ന്, ആ കാര്യം അത് ഞാൻ ക്രിഷ് സാറിനോട് പറയാൻ പോവാണ് സാർ. അത് വൈകിക്കുന്നത് ആപത്താണ് സാർ. കൃത്യമായ സമയം നോക്കി ഞാനത് ക്രിഷ് സാറിനോട് പറയും. സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ക്രിഷ് സാർ അറിഞ്ഞിരിക്കണം. ഞാൻ ക്രിഷ് സാറിനോട് ഇതെല്ലാം പറയാൻ നോക്കിയതാണ്, പക്ഷെ ഇന്ന് എന്തായാലും പറയണം. എല്ലാം അറിയുമ്പോൾ ക്രിഷ് സാറിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ അവിടെ ഉണ്ടാകും എന്നൊക്കെ കൺമണി പറയുന്ന സമയത്ത് ദേജി പറയുന്നുണ്ട്, കൺമണി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോളൂ, പക്ഷെ നല്ല ശ്രദ്ധ വേണം. കൃഷിന്റെ ബലമാണ് കൺമണി ഇപ്പോൾ, അതുപോലെ തിരിച്ചും ജാഗ്രത വേണം. പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ദേജി പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കാം സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം ഭാഗ്യശ്രീ പുറത്ത് വെച്ച് ലാലിയെ കാത്തു നിൽക്കുകയാണ്. ലാലി അപ്പോഴേക്കും എത്തുന്നുണ്ട്. ഭാഗ്യശ്രീ എന്നിട്ട് ലാലിയോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ആ വക്കീലും പോലീസ് കസ്റ്റഡിയിലായി. കഴിഞ്ഞാൽ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകും, പിന്നെ അവരെ റിമാൻഡ് ചെയ്യും, അത് ഉറപ്പാണെന്ന് പറയുകയാണ്. ഇപ്പൊ പറയുന്നുണ്ട്, അതേതായാലും നന്നായി, നമ്മളിനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഏട്ടന്റെ അവസ്ഥ നോക്കണം, പിന്നെ നമുക്ക് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഭാഗ്യശ്രീയുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കുന്നുണ്ട്. എന്നിട്ട് SI ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, കുട്ടി ഒരു പരാതി തന്നില്ലേ, അവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു, പക്ഷേ അവർക്ക് ഹൈക്കോർട്ട് വഴി മുൻകൂർ ജാമ്യം കിട്ടി. ടെൻഷൻ ആവൊന്നും വേണ്ട, അവരുടെ മേലിലുള്ള കേസ് പോയിട്ടൊന്നുമില്ല, കേസ് നിലനിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. ഭാഗ്യശ്രീ എന്നിട്ട് ഫോണിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം ലാലിയോട് പറയുന്നുണ്ട്. പിന്നീട് ലാലിയും ഭാഗ്യശ്രീയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരാൾ മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുകയാണ്. അത് ലാലി കാണുകയാണ്. ലാലി അപ്പൊ തന്നെ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, നമ്മളെ കുറച്ചു നേരമായി ആരോ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാണ്. ഭാഗ്യശ്രീ എന്നിട്ട് അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്, പക്ഷെ അയാളെ കാണുന്നില്ല. ഭാഗ്യശ്രീ എന്നിട്ട് ലാലിയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് വെറുതെ തോന്നിയതായിരിക്കും, എന്നും ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ലാലി പറയുന്നുണ്ട്, അല്ല മോളെ, ഇവിടെ ആരോ ഉണ്ട്, സുമിത്ര മാഡം ഏർപ്പാടാക്കിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യശ്രീ അപ്പോ ലാലിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ചേച്ചി ടെൻഷൻ ആവണ്ട, പേടിക്കാതിരിക്കെ, എത്രയും പെട്ടെന്ന് ബലരാമേട്ടനെ കാര്യങ്ങളെല്ലാം അറിയിക്കണമെന്ന് ഭാഗ്യശ്രീ തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം സാഗറിനെ കാണാനായി ICUയിൽ എത്തിയ സുജു ഇനി സമയമായിട്ടും സാഗറിന്റെ അടുത്ത് നിന്നും പോവാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. സുജുവിനോട് സാഗർ പറയുന്നുണ്ട്, സുജു ബൈസ്റ്റാൻഡർ ഇത്രയും നേരം ഇവിടെ ഇരിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ പുറത്തു പോയിക്കോ, എന്നിട്ട് ആ കൃഷിനെ ഇങ്ങോട്ട് അയക്കേ, ഞാനൊന്ന് അവനെ കാണട്ടെ എന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട്, അത് വേണ്ട സാഗർ, ഇങ്ങോട്ട് വന്നാൽ കുഴപ്പാവും, ഞാൻ പറഞ്ഞതല്ലേ സാഗറിനോട് കാര്യങ്ങളെല്ലാം എന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട്, സ്റ്റേഷനിൽ കിടക്കുന്ന ബലരാമൻ എന്നെ എന്ത് ചെയ്യാനാ സുജു, മാത്രമല്ല എന്നെ കൊല്ലാനായി സ്വയം വയറിൽ കുത്തി അവൻ ഇങ്ങോട്ട് വരുവോ, ഇതിൽ നിന്ന് അവൻ പുറത്തിറങ്ങാൻ കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടും എന്നെ അവന് കൊല്ലാമല്ലോ, അവളോട് കാണിച്ച ചതിക്കുള്ള കൂലിയാണ് അവനിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ സഹതാപമൊക്കെ ഉണ്ട്, എതിരെയുള്ള പരാതിയും നമ്മൾ പിൻവലിച്ചു, പക്ഷെ എന്റെ മനസ്സിൽ അവന് മാപ്പില്ല, മനസ്സിലെന്നും അവൻ കുറ്റവാളി തന്നെയാണ്, എന്തായാലും താനിപ്പോൾ പൊയ്ക്കോ സുജു എന്ന് സാഗർ പറയുമ്പോ സുജു പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോകുന്നില്ല, ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം, ഒരു ഭാഗ്യപരീക്ഷണത്തിന് എനിക്ക് വയ്യ, കിടപ്പ് അവൻ അങ്ങനെ കിടക്കുമ്പോ എനിക്ക് ചെറിയ വാത്സല്യമൊക്കെ അവനോട് തോന്നുന്നുണ്ട്, പക്ഷേ കൃഷി ചിന്തിച്ചതുപോലെ അവന്റെ മനസ്സിൽ എന്തെങ്കിലും ദുഷിച്ച ചിന്തയുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ, എന്തായാലും രണ്ടിലൊന്ന് അറിയണം, ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പുറത്തു പോവുള്ളൂ, അവന്റെ ഈ വരവിന് പിന്നിൽ എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ എന്ന് അറിയണം, പിന്നെ സാഗർ കൃപമോള് എന്താണ് ഇവനോട് സംസാരിച്ചതെന്ന് നമുക്കറിയണ്ടേ, നമ്മളെ തകർക്കാൻ ഇറങ്ങിയ ഇവനോട് ഏതു സാഹചര്യത്തിലാണ് നമ്മുടെ മോള് സഹതാപം കാണിച്ചതെന്ന് അറിയണ്ടേ, ഇവർ തമ്മിൽ എന്താ ബന്ധമെന്നറിയണം, അത് ശരിയോ തെറ്റോ എന്നറിയണം, ഇതിനൊക്കെ വേണ്ടി ആ മെസ്സേജ് കേൾക്കുക തന്നെ വേണം, ഇതില് ധാർമ്മികതയൊന്നും വേണ്ട, സംസാരശേഷി കിട്ടിയിട്ട് ആദ്യം പറഞ്ഞത് അവൾ ഇവന്റെ കാര്യമല്ലേ, ഇതിനു പിറകിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ സാഗർ എന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട്, അന്നതൊരു കോൺഫിഡൻഷ്യൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് കേൾക്കാതിരുന്നത്, പക്ഷെ നീ ഇപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ചിന്തിക്കുന്നുണ്ട്, അന്ന് ആ മെസ്സേജ് കേട്ടിട്ട് ഒരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു, എന്റെ ആ ഫോണൊന്നും എടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ എന്താണെന്ന് അറിയാമെന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട്, ഫോൺ വീട്ടിലാണ് സാഗർ, കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയാണ്. സാഗർ ഇപ്പൊ പറയുന്നുണ്ട്, തിരിച്ചു വീട്ടിലെത്തിയാൽ ആദ്യം തന്നെ ആ മെസ്സേജ് ആണ് നമുക്ക് നോക്കേണ്ടത്, എടുത്തുചാട്ടമാണോ ഞാൻ ചെയ്തതെന്ന് ആ ഓഡിയോ കേട്ട ശേഷമേ മനസ്സിലാവൂ, പിന്നെ ആ വക്കീല് പറഞ്ഞ കാര്യങ്ങളും അന്വേഷിക്കണം, അയാള് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ എന്നൊരു ഡൗട്ടുണ്ട് എന്നൊക്കെ സാഗർ സുജുവിനോട് പറയാണ്. അതിനുശേഷം മാനസിയെ കാണിക്കുന്നുണ്ട്. മനസ്സ ഫോണിൽ നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. കൃഷി തൊട്ട അപ്പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. കൃഷിന്റെ ഫോണിലേക്ക് അപ്പോൾ കൺമണി വിളിക്കുകയാണ്. മണി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, സാർ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ആ കൺമണി അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ, ICUന്റെ മുന്നിലുണ്ട് ഞാനെന്ന് പറയാണ്. കൺമണിയപ്പോ പറയാണ്, ഇല്ല സാർ ഞാനിവിടെ നിന്നോളാം, ഇവിടെ എല്ലാവരും ഇല്ലേ, ഇനിയൊരു തർക്കം വേണ്ട,
ഹോസ്പിറ്റലല്ലേ, ഞാനിവിടെ പുറത്ത് നിന്നോളാം എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് എന്നാ ശരി നീ അവിടെ നിൽക്കുക, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. പിന്നീട് കൃഷി കൺമണിയെ കാണാനായി ഹോസ്പിറ്റലിന്റെ താഴേക്ക് പോവുകയാണ്. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മാനസ. അതിനുശേഷം കൺമണി കൃഷിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് വരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. വരുൺ എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. കൺമണി അപ്പോൾ വരുൺ തന്നെ കാണണ്ട എന്ന് പറഞ്ഞ് ഒന്ന് മറഞ്ഞു നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.